ലേഖനം ആത്മഹത്യ. എന്നും രാവിലെ പത്രം വായിക്കാൻ എടുക്കുമ്പോൾ കാണുന്നത് ആത്മഹത്യ, പീഡനം, കൊലപാതകം. ഇത് മാത്രമേ ഉള്ളൂ. മനസ്സിന് സന്തോഷം നൽകുന്ന വാർത്തകൾ ഒന്നും തന്നെയില്ല. എന്ത് സംഭവിച്ചു നമ്മുടെ നാടിന്? കൊച്ചുകുട്ടികൾ മുതൽ പ്രാഭേദമന്യെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഭർതൃപീഡനം, അനാശാസ്യ ബന്ധം, പ്രേമ നൈരാശ്യം, അച്ഛൻ വഴക്കു പറഞ്ഞതിന് നൊന്തു പ്രസവിച്ച അമ്മയോടുള്ള പ്രതികാരം, അങ്ങനെ ഓരോ കാരണങ്ങളാണ് മരിക്കാൻ തിരഞ്ഞെടുക്കുന്നത്. ഇത് അവസാനരേഖയായോ അവസാന വഴിയെന്നോ തോന്നിപ്പിക്കുന്ന ആത്മഹത്യ ഇന്ന് ഒരു സാമൂഹിക ദുരന്തമായി മാറിയിരിക്കുന്നു. അതിന്റെ വ്യാപ്തിയും അതിനൊപ്പമുള്ള വേദനയും നമ്മളെ മാനസികമായി തളർത്തുന്നു. ആത്മഹത്യയുടെ കണക്കുകൾ ഉയരുന്നതിന്റെ പിന്നിൽ ആഴമുള്ള നിരവധി സാമൂഹിക, മാനസിക, ആധ്യാത്മിക ഘടകങ്ങളുണ്ട്. ആത്മഹത്യ പെരുകുന്നതിന്റെ കാരണങ്ങൾ. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ. ആത്മഹത്യയുടെ പ്രധാന കാരണം ഡിപ്രഷൻ, ബൈപോളർ ഡിസോർഡർ, ആങ്സൈറ്റി തുടങ്ങിയ മാനസിക രോഗങ്ങളാണ്. മനസ്സിന്റെ ആന്തരിക നില തകർക്കുന്നത് പകർച്ചരോഗങ്ങളേക്കാൾ ഗുരുതരമായിരിക്കും. പക്ഷേ അതിനു ചികിത്സ തേടാൻ ആളുകൾ മടിക്കാറാണ് പതിവ്. സാമൂഹിക ഒറ്റപ്പെടൽ. ആധുനിക ജീവിതരീതിയിൽ മനുഷ്യർ ഒരുപാട് ബന്ധങ്ങൾ നിലനിർത്തുന്നുണ്ടെങ്കിലും അതിലൊന്നും ഹൃദയബന്ധമില്ല, ആത്മാർത്ഥതയില്ല, ഏകാന്തത, ആരും തങ്ങളെ അംഗീകരിക്കപ്പെടാത്തതിന്റെ വേദന, അടിച്ചമർത്തപ്പെടൽ, കുടുംബ ബന്ധകർച്ച എന്നിവ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിക്കാറുണ്ട്. സാമ്പത്തിക സമ്മർദ്ദങ്ങൾ. ബുദ്ധിമുട്ടുകൾ വരുന്നത് സ്വാഭാവികമായിരിക്കുമ്പോഴും കടപ്പാടുകളും തൊഴിൽ നഷ്ടവും കൊണ്ടുള്ള സമ്മർദ്ദം ചിലർക്കത് സഹിക്കാൻ കഴിയാത്ത വിധമായി മാറുന്നു. കാർഷിക മേഖലയിലുള്ള ആത്മഹത്യകൾ, വിദ്യാർത്ഥികളിലെ സമ്മർദ്ദം എല്ലാം ഈ വിഭാഗത്തിലേക്ക് വരുന്നു. പ്രീതിയും വിശ്വാസവും ഇല്ലാത്ത കുടുംബം, പീഡനങ്ങൾ, വിവാഹമോചനം, അതിക്രമങ്ങൾ ഇവ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലുമുള്ള വ്യക്തികളെ തകർക്കുന്നു. വ്യാജ വിജയധാരണകളും സാമൂഹിക സമ്മർദ്ദങ്ങളും. നീ എപ്പോഴും വിജയിക്കണം എന്ന സാമൂഹിക പോസിറ്റിവിറ്റി പ്രഷർ പലരെയും തളർത്തുന്നു. പരാജയം സഹിക്കാത്ത മനസ്സുകൾ ആത്മഹത്യയിലേക്ക് വഴിതെളിക്കുന്നു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന തകർക്കാത്ത ജീവിതങ്ങൾ ഒട്ടനവധി മനസ്സുകളെ തളക്കുന്നു. മനസ്സു തുറന്ന് സംസാരിക്കുക. കേൾക്കാൻ ഒരാൾ ഉണ്ടായാൽ പലരുടെയും ജീവൻ രക്ഷിക്കാം. മാനസികാരോഗ്യ പരിശോധന. സ്കൂളുകളിൽ നിന്നും ഓഫീസുകളിൽ നിന്നു വരെ മാനസികാരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കണം. ഒരാളുടെ വേദനയിൽ സ്നേഹത്തിന്റെ കൈത്താങ്ങാവാൻ നമ്മൾ തയ്യാറാകുമ്പോൾ പല ആത്മഹത്യകളെയും തടയാൻ കഴിയും. സാഹിത്യവും കലയും അടങ്ങിയ ആന്തരിക ഉന്നതി ഒരാളുടെ ആത്മസംവാദം വളരുന്നത് ജീവിതത്തെ കെട്ടിപ്പടുക്കാനുള്ള വഴികൾ തുറക്കും. സഹനബോധം വളർത്തുന്ന വിദ്യാഭ്യാസം. വിജയത്തിന്റെ മാർഗത്തിൽ തോൽവിയും ഒരു പാഠമാണ് എന്നത് പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. ആത്മഹത്യ ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമായി തോന്നാമെങ്കിലും അതിന്റെ ഭാരമയാൾ പോകുമ്പോൾ അനവധി ആളുകൾക്ക് ചുമക്കേണ്ടി വരുന്നു. ഈ ലോകത്ത് ഒരു വ്യക്തി വളരെ വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുന്ന ജീവിതമാണ് നമ്മൾ കൂടെ ചേർന്ന് നിർമ്മിക്കേണ്ടത്. ഒരാളുടെ മുഖത്തെ പുഞ്ചിരിയിലും കണ്ണുനീരിലും പങ്കാളിയാകുമ്പോൾ ജീവിതമെന്ന പോരാട്ടത്തിൽ തളരുന്നവർക്കൊപ്പം നിൽക്കുമ്പോൾ ആത്മഹത്യ എന്ന അവസാന വാക്കിന് ഇടമുണ്ടാകില്ല. സമൂഹത്തിൽ കുട്ടികളുടെ ബെല്ലും ബ്രേക്കും ഇല്ലാത്ത പ്രയാണം എവിടേക്ക് എന്നറിയാതെ ഭയക്കുന്നു പുതുതലമുറയെ. ജീവിതം ഒരേപോലെ എല്ലാവർക്കും മനോഹരമാകുന്നില്ലെങ്കിലും അതെന്തായാലും അതിന്റെ മൂല്യം ഒരേപോലെയാണ്. ആത്മഹത്യ പ്രവണത ഉണ്ടാകുന്ന മനസ്സുകൾക്ക് സാന്ത്വനമേകി കൂടി നിൽക്കാം.